Hello students, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ഇൻഫിനിറ്റ് സീരീസ് ആണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ സീക്വൻസിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് തന്നെയാണ് സീരീസ് എന്നുള്ള കൺസെപ്റ്റ്. അതിൻ്റെ കൺവേർജൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ഡെഫിനേഷൻ നോക്കാം, എന്താണ് ഒരു സീരീസ് എന്നുള്ളത് നോക്കാം. If A1, A2, A3, etc. A and B a sequence of real numbers, then A1 plus A2 plus A3 plus etc. plus AN plus etc. is called an infinite series or a series. അപ്പോൾ ഒരു സീക്വൻസ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ സീക്വൻസിലെ ടേംസിൻ്റെ സമ്മ്, ആ സമ്മിനെയാണ് നമ്മൾ സീരീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സീക്വൻസ് എന്താണെന്ന് നമ്മൾ മുമ്പേ ഡിഫൈൻ ചെയ്തതാണ്. അതിൽ ഓരോ ടേംസും എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു സീക്വൻസ് ഒരു ഇൻഫിനിറ്റ് സീക്വൻസ് ആണ് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സമ്മും ഇൻഫിനിറ്റ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സീരീസിനെ നമുക്ക് ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറയാം. സീക്വൻസ് ഒരു ഫൈനൈറ്റ് സീരീസ് ആണെങ്കിൽ അതിലെ ടേംസിൻ്റെ എണ്ണം ഫൈനൈറ്റ് ആയിരിക്കും, അതനുസരിച്ച് അതിലെ സമ്മും ഫൈനൈറ്റ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് സീരീസ് ഒരു ഫൈനൈറ്റ് സീരീസ് ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് സീരീസ് എന്നുള്ളത് മനസ്സിലായല്ലോ. ഈ നൊട്ടേഷൻ നോക്കാം. ഇപ്പോൾ സീരീസ് എന്ന് പറഞ്ഞാൽ സീക്വൻസിലെ ടേംസിൻ്റെ സമ്മിനെയാണ് സീരീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സമ്മ ആയതുകൊണ്ട് തന്നെ നമുക്ക് നൊട്ടേഷൻ സിഗ്മ നൊട്ടേഷൻ യൂസ് ചെയ്തിട്ട് എഴുതാം. സിഗ്മ ഈക്വൽ ടു 1 to infinity AI. ഇൻഫിനിറ്റ് സീരീസ് ആണെങ്കിൽ സിഗ്മ ഈക്വൽ ടു 1 to infinity AI എന്നുള്ളതാണ് നമ്മളൊരു സീരീസിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറ്. സീക്വൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. കേളി ബ്രേസസ് അല്ലെങ്കിൽ സിമ്പിൾ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തിട്ടായിരുന്നു സീക്വൻസിനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്തിരുന്നത്. സീരീസിനെ നൊട്ടേറ്റ് ചെയ്യാനായിട്ട് സിഗ്മ നൊട്ടേഷൻ യൂസ് ചെയ്തിട്ട് ആ വാരിയേഷൻ എവിടെ മുതൽ എവിടെ വരെയാണെന്നുള്ളത് കാണിക്കുക. ഇൻഫിനിറ്റ് സീരീസ് ആയതുകൊണ്ട് ഐയുടെ വാരിയേഷൻ ഫ്രം 1 to infinity ആയിരിക്കും. ഫൈനൈറ്റ് സീരീസ് ആണെങ്കിൽ ഐ ഈക്വൽ ടു 1 to എത്ര വരെ ടേംസ് ഉണ്ടോ അത്ര വരെ ആയിരിക്കും. ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക. AI ആണ് സീരീസിനെ നൊട്ടേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഒരു സീരീസിൻ്റെ കൺവേർജൻസ് എന്നുള്ളത് നോക്കാം. ഡെഫിനേഷൻ ഇതാണ്. ലെറ്റ് A1, A2, etc. be a sequence of numbers. The number Sn നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സിഗ്മ I ഈക്വൽ ടു 1 to n AI എന്നാണ്. ദാറ്റ് ഈസ് A1 പ്ലസ് A2 പ്ലസ് etc. പ്ലസ് AN. ആദ്യത്തെ n ടേംസിൻ്റെ സമ്മാണ്, സീക്വൻസിലെ ആദ്യത്തെ n ടേംസിൻ്റെ സമ്മാണ് Sn എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സമ്മിനെ നമ്മൾ nth പാർഷ്യൽ സം എന്നാണ് പറയുന്നത്. nth പാർഷ്യൽ സം ഓഫ് സീരീസ് AI, ആദ്യത്തെ n ടേംസിൻ്റെ സമ്മ. ഓക്കെ, അങ്ങനെയുള്ള പാർഷ്യൽ സംസ് എടുത്താൽ S1 എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആകെ ഒരൊറ്റ ടേം വരുള്ളൂ, A1 മാത്രം. S2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സിഗ്മ ഈക്വൽ ടു 1 to 2 AI, ദാറ്റ് ഈസ് A1 പ്ലസ് A2 രണ്ട് ടേംസിൻ്റെ സം വരും. S3 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 ടേംസിൻ്റെ സം വരും. അങ്ങനെ Sn എന്ന് പറഞ്ഞാൽ ആദ്യത്തെ n ടേംസിൻ്റെ സമ്മ്. അപ്പോൾ അതാണ് പാർഷ്യൽ സംസ്. S1, S2, S3 എക്സിട്ര അവരാണ് പാർഷ്യൽ സംസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു സീരീസിൻ്റെ കൺവേർജൻസ് ഈ പാർഷ്യൽ സമ്മുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഈ പാർഷ്യൽ സംസ് യൂസ് ചെയ്തിട്ട് ഒരു സീക്വൻസ് ഉണ്ടാക്കുക. പാർഷ്യൽ സംസിൻ്റെ സീക്വൻസ്, അതായത് S1, S2, S3 എക്സിട്ര Sn, എക്സിട്ര എന്ന് പോകുന്ന സീക്വൻസ് ഉണ്ടാക്കുക. ആ സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ we can say that the series is also convergent. അപ്പോൾ ഒരു സീരീസിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ പാർഷ്യൽ സംസിൻ്റെ സീക്വൻസ് ഉണ്ടാക്കുക. ആ സീക്വൻസ് കൺവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. പാർഷ്യൽ സംസിൻ്റെ സീക്വൻസ് കൺവേർജൻ്റ് ആണ് എങ്കിൽ കറസ്പോണ്ടിംഗ്ലി സീരീസും ഗിവൺ സീരീസും കൺവേർജൻ്റ് ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ സീക്വൻസ് S1, S2, etc. of partial sums approach the limit as n tends to infinity, we say that the series sigma equal to 1 to infinity AI converges. അപ്പോൾ ആ പാർഷ്യൽ സംസിൻ്റെ സീക്വൻസ് ഒരു ലിമിറ്റിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിമിറ്റ് S ആണ് എന്ന് വിചാരിക്കുക. S ആണ് ആ വാല്യൂ എങ്കിൽ we say that the given series also converges to S. അതിൻ്റെ സമ്മായിട്ടാണ്. നമ്മളിപ്പോൾ സീക്വൻസിൻ്റെ കേസിൽ അതിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ സീരീസിൻ്റെ കേസാണെങ്കിൽ നമ്മൾ അതിൻ്റെ ആ കൺവേർജിങ് പോയിന്റിനെ നമ്മൾ അതിൻ്റെ സം എന്നാണ് വിളിക്കുക. സീരീസിൻ്റെ സം
സീക്വൻസിൻ്റെ കേസിലെ കൺവേർജിങ് പോയിന്റിനെ നമ്മൾ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്നാണ് വിളിക്കുക. പക്ഷേ സീരീസിൻ്റെ കേസിൽ കൺവേർജിങ് പോയിന്റിനെ നമ്മൾ സീരീസിൻ്റെ സം എന്നാണ് വിളിക്കുക. സീരീസിൻ്റെ സം സിഗ്മ ഈക്വൽ ടു 1 to infinity AI അതാണല്ലോ സമ്മ്. ദാറ്റ് ഇസ് ഈക്വൽ ടു S എന്നാണ് നമ്മൾ എഴുതുക. ഓക്കെ, അപ്പോൾ സീരീസിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ എപ്പോഴും പാർഷ്യൽ സംസിൻ്റെ സീക്വൻസിൻ്റെ കൺവേർജൻസ് ആണ് നോക്കേണ്ടത്. ഇതാണ് ഡെഫിനിഷൻ. And sigma equal to 1 to infinity AI is defined as limit n tends to infinity sigma equal to 1 to n AI. അതായത് ഈ സീരീസിൻ്റെ കൺവേർജൻസ് എന്നുള്ളതുകൊണ്ട് ഇത് സിഗ്മ ഈക്വൽ ടു 1 to n AI എന്ന് പറഞ്ഞാൽ പാർഷ്യൽ സംസ് ആണ്. പാർഷ്യൽ സംസിൻ്റെ ലിമിറ്റ് എന്നുള്ളതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിഗ്മ ഈക്വൽ ടു 1 to infinity AI ഈസ് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity സിഗ്മ ഈക്വൽ ടു 1 to n AI എന്ന് എഴുതാൻ പറ്റും കേട്ടോ. ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് പല സ്ഥലത്തും നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഈ ഡെഫിനേഷൻ എപ്പോഴും ഓർത്ത് വയ്ക്കാം. ആൻഡ് ഈസ് കോൾഡ് ദി സം ഓഫ് ദ സീരീസ്. സം എന്നുള്ള വേർഡും ഓർത്തിരിക്കുക. ഒന്നുകൂടെ അത് ഡെഫിനേഷൻ ആക്കിയിട്ട് എഴുതുക. എ സീരീസ് സിഗ്മ ഈക്വൽ ടു 1 to infinity AI കൺവേർജൻറ്റ് ഇഫ് ലിമിറ്റ് n tends to infinity സിഗ്മ ഈക്വൽ ടു 1 to n AI. ഞാൻ പറഞ്ഞു ഈ സിഗ്മ ഈക്വൽ ടു 1 to n AI എന്ന് പറയുന്നത് പാർഷ്യൽ സംസിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എക്സിസ്റ്റ് ആൻഡ് ഈസ് ഫൈനൈറ്റ്. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, അതൊരു ഫൈനൈറ്റ് വാല്യൂ ആണ് എങ്കിൽ നമ്മൾ സീരീസ് കൺവേർജൻ്റ് ആണ് എന്ന് പറയും. എ സീരീസ് സിഗ്മ ഈക്വൽ ടു 1 to infinity AI ഡൈവേർജസ് ഇഫ് ദ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഓർ ഈസ് ഇൻഫിനിറ്റ്. ഈ പാർഷ്യൽ സംസിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് വാല്യൂ കിട്ടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗിവൺ സീരീസ് ഈസ് ഡൈവേർജൻ്റ് എന്നാണ് പറയാം. ഓക്കെ, അത് മനസ്സിലായല്ലോ. നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണേ, എന്നാലാണ് പ്രോബ്ലം പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് nth പാർഷ്യൽ സം ഓഫ് ദ സീരീസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity UN അല്ല കേട്ടോ, ഇത് AN ആണേ. തിരുത്തി എഴുതണേ, AN എന്ന് തിരുത്തി എഴുതണം നോട്ട് എഴുതുമ്പോൾ. വേറെ AN is equal to 1 by 2 raised to n minus 1. AN തന്നിട്ടുണ്ട് 1 by 2 raised to n minus 1. അപ്പോൾ അതിന് എന്നിന് ഡിഫറെൻറ്റ് വാല്യൂസ് n ഈക്വൽ ടു 1 മുതലുള്ള വാല്യൂസ് കൊടുത്താൽ നമുക്ക് സീരീസിന് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റും. എന്നിന് 1 കൊടുക്കുമ്പോൾ 1 by 2 raised to 0 that is 1. എന്നിന് 2 കൊടുക്കുമ്പോൾ 1 by 2 raised to 2 minus 1 that is 1 by 2. പ്ലസ് എന്നിന് 3 കൊടുക്കുമ്പോൾ 1 by 2 സ്ക്വയർ. എന്നിന് 4 കൊടുക്കുമ്പോൾ 1 by 2 ക്യൂബ് പ്ലസ് എക്സെട്ര. n കൊടുക്കുമ്പോൾ 1 by 2 raised to n minus 1 പ്ലസ് എക്സെട്ര. ഇതാണ് സീരീസിൻ്റെ എക്സ്പാൻഷൻ നമുക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ ഗിവൺ സീരീസ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആൻഡ് nth പാർഷ്യൽ സംസ് ഫൈൻഡ് ചെയ്യാനാണ്. അപ്പോൾ ഫസ്റ്റ് പാർഷ്യൽ സം എന്ന് പറഞ്ഞാൽ S1 എന്ന് പറഞ്ഞാൽ അതിലാകെ ആദ്യത്തെ ടേം മാത്രമേ വരുള്ളൂ, A1 മാത്രമേ വരുള്ളൂ, ദാറ്റ് ഇസ് ഈക്വൽ ടു 1. അടുത്തത് സെക്കൻഡ് പാർഷ്യൽ സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ S2 ദാറ്റ് ഈസ് A1 പ്ലസ് A2 ദാറ്റ് ഈസ് 1 പ്ലസ് 1 by 2 വരും, ദാറ്റ് ഈസ് 3 by 2. അടുത്തത് S3 പറഞ്ഞിട്ടുണ്ടെങ്കിൽ A1 പ്ലസ് A2 പ്ലസ് A3 ആദ്യത്തെ 3 ടേംസിൻ്റെ സം എടുക്കുമ്പോൾ നമുക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക 7 by 4 കിട്ടും. അങ്ങനെ nth പാർഷ്യൽ സം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ n ടേംസിൻ്റെ സമ്മ് ദാറ്റ് ഈസ് Sn is equal to A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് AN. ആ n ടേംസിൻ്റെ സം എന്ന് പറയുമ്പോൾ 1 പ്ലസ് 1 by 2 പ്ലസ് 1 by 2 സ്ക്വയർ പ്ലസ് എക്സെട്ര. nth ടേം എന്ന് പറഞ്ഞാൽ 1 by 2 raised to n minus 1 ആണ് വരുന്നത്. ഇതാണ് വരുന്നത്. അപ്പോൾ ഇത് നോക്കി ഇതിൻ്റെ സം എങ്ങനെ കണ്ടുപിടിക്കും? ഇത് നോക്കിയാൽ തന്നെ നമുക്കറിയാം, നമ്മൾ GP പഠിച്ചിട്ടുണ്ട് അല്ലേ. 1 by 2 കോമൺ റേഷ്യോ വരുന്ന GP ആണിത്. 1 ഫസ്റ്റ് ടേം, അടുത്തത് 1 by 2, അടുത്തത് 1 by 2 സ്ക്വയർ, അടുത്തത് 1 by 2 ക്യൂബ്. അപ്പോൾ 1 by 2 കോമൺ റേഷ്യോ ഫസ്റ്റ് ടേം 1 ആയിട്ട് വരണ GP ആണിത്. അതിൽ ആദ്യത്തെ n ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ GPയുടെ ഫോർമുല എഴുതാൻ എന്താണ്? A into 1 minus r raised to n ഡിവൈഡഡ് ബൈ 1 minus r അല്ലേ. ഇവിടെ r ലെസ് ദാൻ 1 ആണ്, അതുകൊണ്ട് 1 minus r raised to n വരിക. A into എന്ന് പറയുമ്പോൾ 1 into ആണ്, അത് 1 ആയതുകൊണ്ടാണ് അവിടെ എഴുതാത്തത്. 1 minus r raised to n. അപ്പോൾ 1 minus 1 by 2 raised to n ഡിവൈഡ് ബൈ 1 minus r. അപ്പോൾ 1 minus r പ്ലേസിൽ അതിൻ്റെ വാല്യൂ ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇവിടെ നമുക്ക് 1 by 2 raised to n ഇവിടെ ഒരു 1 by 2 വരും. ആ 1 by 2നെ മുകളിലേക്ക് എടുക്കുക. 1 by 2 മുകളിലേക്ക് വരുമ്പോൾ 2 into this 1 വരും. ആ 2 കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 2 into 1 2 വരും. പിന്നെ ഇവിടെ ഒരു 2 raised to n അടിയിലുണ്ട്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 2 raised to n minus 1 ആവും.
1 raised to n ആയാലും n മൈനസ് 1 ആയാലും ഒക്കെ 1 തന്നെ. അപ്പോൾ അത് കോമൺ ആയിട്ട് 1/2 raised to n മൈനസ് 1 എഴുതും. അങ്ങനെയാണ് ഇവിടെ എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ തന്നെ എഴുതണം എന്നില്ല. ഇതൊന്ന് ഇൻറ്റു 2 ഇട്ട് എഴുതിയാലും ഫൈനൽ ആൻസർ ആയി. ഇതിലേക്ക് നിങ്ങൾ എത്തിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ കിട്ടണ 1/2നെ ജസ്റ്റ് ആ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മുകളിലൊന്ന് എഴുതിയാലും മതി. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത്രയും ചെയ്താലും മതി. ഓക്കെ, അടുത്തത് നോക്കാം. ഫൈൻഡ് ദ nth പാർഷ്യൽ സം ഓഫ് ദ സീരീസ് sigma n equal to 1 to infinity an where an is equal to -1 whole raised to n. അപ്പോൾ ഇതാണ് സീരീസ് തന്നിരിക്കുന്നത്. nth പാർഷ്യൽ സമം മാത്രം ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് സീരീസിലൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. n-ന് 1 കൊടുക്കുമ്പോൾ -1, n-ന് 2 കൊടുക്കുമ്പോൾ +1, n-ന് 3 കൊടുക്കുമ്പോൾ -1, n-ന് 4 കൊടുക്കുമ്പോൾ +1, അങ്ങനെ n-ന് n കൊടുക്കുമ്പോൾ -1 ഹോൾ റേസ് ടു n എത്രയാണോ അത് എന്നേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് ഡിഫറൻ്റ് ആയിട്ടാണ് വരുന്നത്. നോക്കി നോക്കിയേ, ആദ്യത്തത് -1 കിട്ടും സം എടുക്കുമ്പോൾ, S1 എടുക്കുമ്പോൾ -1 കിട്ടും, S2 എടുക്കുമ്പോൾ 0 കിട്ടും, S3 എടുക്കുമ്പോൾ എഗെയിൻ -1 കിട്ടും, S4 എടുക്കുമ്പോൾ വീണ്ടും 0 കിട്ടും, S5 എടുക്കുമ്പോൾ -1 കിട്ടും, S6 എടുക്കുമ്പോൾ വീണ്ടും 0 ആയി പോവും. അങ്ങനെയാണ് പോണത് അല്ലേ. അത് കുറച്ചെണ്ണം ഒന്ന് സൈഡിൽ നിങ്ങൾ നോട്ടിൽ ചെയ്യുന്ന സമയത്ത് സൈഡിലൊന്ന് എഴുതി നോക്കിയാൽ നമുക്കൊരു ഐഡിയ കിട്ടും. ആ ഐഡിയ കിട്ടിയ ശേഷം എഴുതാവുള്ളൂ. കൺക്ലൂഡ് ചെയ്ത് ജനറലൈസ് ചെയ്ത് ഇങ്ങനെ എഴുതി വെക്കാം. എന്നിൻ്റെ വാല്യൂ ഓഡ് ആവുമൊക്കെ നമുക്ക് -1ഉം എന്നിൻ്റെ വാല്യൂ ഈവൻ ആവുമൊക്കെ നമുക്ക് 0യുമാണ് കിട്ടുന്നത്. അപ്പോൾ SN എന്ന് പറഞ്ഞാൽ നമുക്ക് തൽക്കാലം എന്നിൻ്റെ വാല്യൂ അറിയാത്ത കൊണ്ട് ഇങ്ങനെ തന്നെ എഴുതി വെക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ജനറൽ ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കാം. -1 if n is odd and equal to 0 if n is even തന്നെ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് show that the series 1 plus 1/2 plus 1/2 square plus etc. converges and also find its sum. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സീരീസ് ഓൾറെഡി നമ്മൾ കണ്ട സീരീസാണ് അല്ലേ. ഈ സീരീസ് കൺവേർജൻ്റ് ആണെന്നും അതിൻ്റെ കൺവേർജിങ് പോയിന്റ്, ആ കൺവേർജിങ് പോയിന്റിനെയാണ് അതിൻ്റെ സം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സമ്മും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സമ്മ് കിട്ടണമെങ്കിൽ എന്ത് വേണം? സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എടുക്കണം, അതിൻ്റെ ലിമിറ്റ് നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് an തന്നിരിക്കുന്നത് 1/2 raised to n - 1 ആണ് അല്ലേ. കാരണം 1/2 raised to n - 1 വന്നാലാണ് ഇവിടെ 1 വരിക, ഇവിടെ 1/2 വരിക, ഇവിടെ 1/2 സ്ക്വയർ വരിക അല്ലേ. 1 ആകുമ്പോൾ 2 ആകുമ്പോൾ 1/2, 3 ആകുമ്പോൾ 1/2 സ്ക്വയർ. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ an equal to 1/2 raised to n - 1 വരുമ്പോഴാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. എന്നിട്ട് നമുക്കിതിൻ്റെ nth പാർഷ്യൽ സം എടുക്കണം. nth പാർഷ്യൽ സം എന്ന് പറയുമ്പോൾ SN ആണ്. നമുക്കറിയാം ഇതാണ് അപ്പോൾ വരുന്നത്. നമ്മൾ ഓൾറെഡി ചെയ്തതാണ് തൊട്ട് മുമ്പുള്ള പ്രോബ്ലംസിൽ. അപ്പോൾ അത് GPയുടെ ഫോർമുല വെച്ചിട്ട് ഇതിൻ്റെ സമ്മ് ഇതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് എഴുതി വെച്ചിരുന്നതാണ്. 2 - 1/2 raised to n - 1 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഹോൾ റേസ് ടു n - 1 എഴുതിയാലും ന്യൂമറേറ്ററിൽ 1 തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് 2ന് മാത്രം റേസ് ടു n - 1 കൊടുത്താലും മതി. 1ന് റേസ് ടു n - 1 തന്നെയാണ്. ഇനി ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക. ഈ സീക്വൻസ് SNൻ്റെ ലിമിറ്റ് കണ്ടുപിടിച്ചാൽ limit n tends to infinity Sn is equal to limit n tends to infinity 2 minus 1/2 raised to n minus 1. അത് ഇവിടെ വേർഡ്സിൽ മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. ലിമിറ്റ് കൊടുത്തായിട്ട് എഴുതിയിട്ടില്ല. മറ്റേ രീതിയിൽ ഈ രണ്ട് രീതിയിൽ ലിമിറ്റ് എഴുതാമല്ലോ. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ ലിമിറ്റ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൽ ഈ സെക്കൻഡ് ടേം ആസ് n tends to infinity, ഇത് സെക്കൻഡ് ടേം എന്ത് വരും? 1/2 raised to infinity വരും. 1/2 raised to infinity എന്ന് വെച്ചാൽ 1/infinity എന്ന് വെച്ചാൽ അത് 0 ആണ്. അപ്പോൾ അത് മാത്രം ഇവിടെ എഴുതിയിട്ടുള്ളൂ. സെക്കൻഡ് ടേം 1/2 raised to n - 1 tends to 0 as n tends to infinity. അതുകൊണ്ട് തന്നെ SNൻ്റെ ലിമിറ്റ് എന്തിലേക്ക് പോകും? as n tends to infinity. ഇവിടെ 2 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ അല്ലേ. സോ SN tends to 2 as n tends to infinity. അപ്പോൾ രണ്ട് സൈഡിൽ ലിമിറ്റ് കൊടുത്ത് എഴുതണതിന് പകരം ലിമിറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ. ആ രണ്ടാമത്തെ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. സെക്കൻഡ് ടേം 0ലേക്ക് പോകും as n tends to infinity. അതുകൊണ്ട് SN 2ലേക്ക് പോകും as n tends to infinity. അങ്ങനെ പറഞ്ഞാലും മതി. അപ്പോൾ സീക്വൻസ് SN എടുത്തിട്ടുണ്ടെങ്കിൽ ആ സീക്വൻസ് SN പാർഷ്യൽ സംസിൻ്റെ സീക്വൻസിൻ്റെ കൺവേർജൻസ് ഏത് പോയിന്റിലേക്കാണ്? 2ലേക്കാണ് അല്ലേ. അപ്പോൾ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എന്തിലേക്ക് കൺവേർജ് ചെയ്യുന്നോ അതിലേക്ക് തന്നെ നമ്മുടെ സീരീസും കൺവേർജ് ചെയ്യും. അതാണ് അതിൻ്റെ സമ്മായിട്ട് എഴുതാറ്. അപ്പോൾ ഇവിടെ സീരീസിൻ്റെ സം എന്താ? സീരീസ് കൺവേർജൻ്റ് ആണ്, അതിൻ്റെ സമ്മ് 2 ആണ്. ഓക്കെ.